ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വൈകിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 2 MLA-മാരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ വടകര മണ്ഡലത്തിൽ വോട്ടെടുപ്പിനു ശേഷം മുന്നണികൾ ആശയക്കുഴപ്പത്തിലാണ്. ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും തിരിച്ചടിയാകില്ലെന്ന വിലയിരുത്തലിലാണ് UDF നേതൃത്വം. തിരുവനന്തപുരവും തൃശൂരുമാണ് സംസ്ഥാനത്ത് BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ. രണ്ടിടത്തും BJPക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഒരൊറ്റ സ്ഥലത്ത് ജയിക്കൂല. തിരുവനന്തപുരത്തും സാധ്യതയില്ല, തൃശ്ശൂരും സാധ്യതയില്ല. അതുകൊണ്ട് അതിൽ വേറെ പ്രയാസമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. വോട്ടിംഗിലുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും പരാതിയിലുണ്ട്. വോട്ടെടുപ്പിന് തലേദിവസം കോഴിക്കോട് വീട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ പിടികൂടിയ സംഭവത്തിൽ BJP പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. തിരുവമ്പാടി സ്വദേശി കാനാട്ട് രഘുലാലിനെതിരെയാണ് കേസ്. വോട്ടർമാരെ സ്വാധീനിക്കാനാണ് വസ്ത്രങ്ങൾ എത്തിച്ചതെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.